ആദ്യമേ തന്നെ പറയട്ടെ, വെടിനിർത്തൽ നിലവിൽ വന്നാൽ ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല. ഇനിയുള്ള ഭാവിയിൽ ഓരോ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കൂടുമ്പോഴും ഇവർ തമ്മിലുള്ള യുദ്ധം ഉണ്ടാകാൻ അടുത്ത 10 കൊല്ലത്തേക്ക് സാധ്യതകൾ വളരെ 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 കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിയാൽ പുതിയ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നിങ്ങളുടെ ഫീഡിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം ഏകദേശം 5 ദിവസത്തേക്ക് നീട്ടിവെച്ചു എന്ന് പറഞ്ഞിട്ട് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇവിടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കക്ക് ഇസ്രായേലിനും കൂടിയിട്ട് എത്രത്തോളം ഇറാനെ ദുർബലപ്പെടുത്താനായിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ചോദ്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 23 വർഷമായിട്ട് മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. അവരത് നിർമ്മിക്കുന്നത് ഒന്ന് ഇസ്രായേലിലേക്കും ഒന്ന് അമേരിക്കയിലേക്കും വിടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ 23 വർഷം കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകൾ 2 ആഴ്ച കൊണ്ട് തകർത്തു എന്നൊക്കെ അമേരിക്ക ഇസ്രായേലും പറഞ്ഞാൽ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. എന്നാൽ ഇറാന്റെ മിസൈലുകളെല്ലാം തന്നെ ഇപ്പോൾ ഭൂഗർഭ അറയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇറാന്റെ മിസൈലുകളെ മുഴുവനായി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ ആർക്കും ഉറപ്പില്ല. ഇതുകൂടാതെ ഇറാൻ അവരുടെ മിസൈലുകൾ ഭൂഗർഭ അറയിലേക്ക് മാറ്റിയെന്ന് മാത്രമല്ല, അവരുടെ ഭൂഗർഭ അറയിൽ വെച്ച് തന്നെ അവർ മിസൈലുകളുടെ നിർമ്മാണം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിർമ്മിക്കുന്ന മിസൈലുകൾ അവർ ഒരു സ്ഥലത്ത് തന്നെയല്ല സൂക്ഷിക്കുന്നത്, അവർ പല പല സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി അവരുടെ മിസൈലുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ മിസൈൽ ശേഷി കുറയ്ക്കുവാനായിട്ട് ഇവിടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിച്ചിട്ടുണ്ടോ? അതൊരു വലിയൊരു ചോദ്യമാണ്. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഹിസ്ബുള്ളക്ക് എന്ത് സംഭവിച്ചു എന്നൊന്ന് നോക്കി നോക്കില്ല. ലബനനിലുള്ള കഴിഞ്ഞ കൊല്ലം പേജർ പൊട്ടിത്തെറിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ഹിസ്ബുള്ളയുടെ കഥ അതോടുകൂടി അവിടെ കഴിയുകയാണെന്ന്. ഇനി ഒരിക്കലും അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയാതെ അവരുടെ നട്ടല് ഒടിഞ്ഞുപോയി എന്നാണ് എല്ലാവരും ആ സമയത്ത് വിചാരിച്ചത്. കൂടാതെ ഹിസ്ബുള്ളയുടെ നേതൃത്വം ഇല്ലാതായി അവര്. പക്ഷെ ഇപ്പൊ നോക്കൂ, അവർ വീണ്ടും യൂണിഫൈഡ് ആകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇറാന്റെ മിസൈൽ ശേഷി കുറയുകയോ ഇല്ലാതാകുകയോ ചെയ്തു എന്ന് എങ്ങനെ ഇവിടെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും? ഞാനിവിടെ വസ്തുനിഷ്ഠമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കറക്റ്റ് ആണോ ഇല്ലയോ നിങ്ങളൊന്ന് വാലിഡേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത്, ഇന്റലിജൻസ് ഏജൻസികളാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തുന്നവർ. പക്ഷേ അവർക്കും ഈ വിഷയത്തിൽ അറിയാൻ കഴിയാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മിസൈൽ പ്രോഗ്രാമിന് വിവിധ ഘട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ വിവിധ ഘടകങ്ങളൊക്കെ ഉണ്ട്. ഈ മിസൈലുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഉണ്ടോന്ന്. രണ്ടാമത്, അവയെ നയിക്കാനായിട്ട് അറിവും നേതൃത്വമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട്. അവ ഉപയോഗിക്കാനായിട്ട് ആവശ്യമായ ലോഞ്ചറുകൾ ആവശ്യമുണ്ട്. അതുപോലെ വിദേശങ്ങളിൽ നിന്ന് ടെക്നോളജി പോലെയുള്ള അല്ലെങ്കിൽ ഫണ്ടിങ് പോലെയുള്ള സഹായങ്ങൾ ലഭിക്കണം. പിന്നെ അവ ഉപയോഗിക്കാൻ അറിയാവുന്ന ബ്രിഗേഡുകൾ ഉണ്ടാവണം. കൂടാതെ മിസൈലുകൾ. ഇങ്ങനെ നീളുന്ന വലിയൊരു പ്രോഗ്രാമാണ് ഈ മിസൈൽ പ്രോഗ്രാം അല്ലെങ്കിൽ ടെക്നോളജി എന്നൊക്കെ പറയുന്നത്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ മോഡേൺ വാറിന്റെ പരിമിതികൾ നന്നായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മോഡേൺ വാറിൽ നിങ്ങൾക്ക് ഒരു രാജ്യത്തെ ദുർബലപ്പെടുത്താനായിട്ട് സാധിച്ചാലും മുഴുവനായിട്ട് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ റഷ്യ, ഉക്രൈൻ, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തോടെല്ലാം വെളിവായി വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഇറാനെ കാര്യക്ഷമമായ രീതിയിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എങ്കിലും അവർക്ക് ഇറാന്റെ ഉള്ളിൽ ഒരു റെജീം മാറ്റം എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. യുദ്ധം തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലിന് ആ ഒരു കാര്യം ഇവിടെ മനസ്സിലായിട്ടുണ്ട്. അതായത് ഇറാന്റെ ഉള്ളിൽ ഒരു റെജീം മാറ്റം സാധ്യമല്ല എന്ന്. സാധ്യമാണ്, പക്ഷേ എളുപ്പത്തിൽ സാധ്യമല്ല എന്ന് ഇസ്രായേലിന് വേഗത്തിൽ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഈ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവരത് പുറത്ത് പറയുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ഈ യുദ്ധത്തിൽ അതുകൊണ്ട് അവർ ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ട്രാറ്റജി മാറ്റിയിട്ട് അതിന്റെ ഭാഗമായി ഇറാനെ ദുർബലപ്പെടുത്തുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ ഒരു സ്ട്രാറ്റജി ഇറാന്റെ ഫ്യൂച്ചറിനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ നന്നായിട്ട് തന്നെ ബാധിക്കും. അത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഇറാന്റെ മിസൈൽ കപ്പാസിറ്റിയെ പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. പക്ഷേ അവരുടെ മിസൈൽ ശേഷിയെ ഏകദേശം ഒരു 20% അല്ലെങ്കിൽ 30% ഒതുക്കുവാനായിട്ടും ഇസ്രായേലിന് ഇവിടെ സാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാന്റെ മിസൈൽ പദ്ധതിനെ 0% ചുരുക്കാൻ സാധിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. അവരുടെ കയ്യിൽ ടെക്നോളജി ഉള്ളിടത്തോളം കാലം അവർക്ക് അത് വീണ്ടും പുനരാരംഭിക്കാനും പുനരുദ്ധരിക്കാനുള്ള സമയം ലഭിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം 2 കൊല്ലം മതിയാവും ഈ പദ്ധതികൾ പയ്യെ പുനർനിർമ്മിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇസ്രായേൽ ഇറാന്റെ മേൽ നടത്തിയിരിക്കുന്ന സ്ട്രൈക്കുകൾ ശരിക്കും അവരെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഇറാന്റെ മേൽ ഓരോ 10 കൊല്ലം കൂടുമ്പോഴോ 5 കൊല്ലം കൂടുമ്പോഴോ യുദ്ധം നടത്തുക. അതുവഴിയിട്ട് ഇറാനെ എന്ന രാജ്യത്തെ ദുർബലപ്പെടുത്തുക. ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരുന്നാൽ ഇസ്രായേലിന് എന്താണ് ഗുണം? ഇറാൻ കൂടുതൽ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കും. ഈ സമയം കൊണ്ട് ഇസ്രായേലിന് അവരുടെ ലൂപ്പ് ഹോളുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിന്റെ തന്നെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതുവഴി ഇസ്രായേലിന് നേരുള്ള ഇറാന്റെ ഭീഷണിയെ പ്രതിരോധിക്കാനും ഇസ്രായേലിന് കൂടുതൽ സമയം ലഭിക്കുകയും ചെയ്യും. ഇനി ഇറാൻ അവരുടെ സൈനിക ശേഷി വീണ്ടും വീണ്ടും പുനർനിർമ്മിക്കുന്നതായി കണ്ടാൽ തന്നെയും ഇതുപോലെ തന്നെ ഇടയ്ക്ക് യുദ്ധം നടത്തുക, ഒരു സൈനിക ഓപ്പറേഷൻ നടത്തുക, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടി ഒരു കോവേർട്ട് ഓപ്പറേഷൻ നടത്തി ഇസ്രായേലിന് വീണ്ടും ഇറാനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ട്രാറ്റജി കാരണം ഞാൻ വിചാരിക്കുന്നത് അടുത്തൊരു 10 വർഷത്തേക്ക് ഇടവിട്ട് ഓരോ 2 കൊല്ലം അല്ലെങ്കിൽ ഒരു 3 കൊല്ലം കൂടുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിലയിരുത്തൽ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സൈൻ ഓഫ്.